രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ. എംഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പോരൂർ പഞ്ചായത്ത് ഹാളിൽ വാട്ടർ അതോറിറ്റി അധികൃതരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് നടത്തിയ യോഗത്തിൽ ബഹളം. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ ചോദ്യം ചെയ്തത് വാർഡംഗം ടി സഫാർ റംസി. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി റോഡുകൾ വ്യാപകമായി തകർത്തതിനെതിരെ ജനങ്ങളിൽ പ്രതിഷേധം രൂക്ഷമാണ്. ഇതിനെ ചൊല്ലിയായിരുന്നു വാക്കേറ്റം. ഇത് മഴ കുറച്ച് ദിവസം അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. പക്ഷെ എന്നും എന്തെങ്കിലും പറഞ്ഞാൽ ഈ നീട്ടിക്കൊണ്ടുപോകുന്ന പരിപാടി നടക്കില്ല. ഇത് എന്ത് ശരിയാവുന്നില്ല നിങ്ങൾ പറയും. അല്ല, ഇതിപ്പോ നിങ്ങൾ വാട്ടർ അതോറിറ്റിന്റെ ആളുകളുണ്ട്, ജലജീവന്റെ ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട വേറെ ആരോടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചിട്ടാണോ പറയാനുള്ളത്? എന്താണെങ്കിലും അത് തീരുമാനമാക്കി ഞങ്ങൾക്ക് പെട്ടെന്ന് തിരഞ്ഞു വരും. അല്ലാതെ നടക്കൂല. എത്രകാലം കാലമായി നിങ്ങൾ പറയുന്നത് കേട്ട് എല്ലാ റോഡുകളും പൊളിച്ചിട്ട് കാണും, ഒരുപാട് ആക്സിഡന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞു തരും. ജനങ്ങളോട് ഞങ്ങൾ എന്താ സമാധാനം പറയേണ്ടത്? നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങളോട് പറയല്ലേ, നിങ്ങൾ ഞങ്ങളോട് പറയും. ജനങ്ങളോട് ഞങ്ങൾക്ക് ചെന്ന് പറയാനല്ല. ജനങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിക്കുന്നത് ഇവിടെ അവരെ കാര്യങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഇവിടെ വന്ന് അവതരിപ്പിക്കാനാണ്. അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അവരെ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്ക് അവരോട് മറുപടി പറയണ്ടേ? ഇനി ഇവിടെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് ഈ ഇലക്ഷൻ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് 3-4 മാസം കഴിഞ്ഞ ഇലക്ഷൻ ആവാനായി. ഞങ്ങൾ എന്താ സമാധാനം പറയാം ജനങ്ങളോട്? ആകെ പൊളിച്ചിട്ടേക്ക. ഒന്നിനും ഒരു ഉത്തരവാദിത്വമല്ല. ചോദിക്കണവർക്ക് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിട്ട് തട്ടുക. ഈ പരിപാടി നടക്കൂല. ഞങ്ങൾ എന്താ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ തലി താത്തി ഇരുന്നിട്ട് എന്താ കാര്യം? നിങ്ങളിതിന് ഞങ്ങൾക്ക് സമാധാനം തരണം. ഞങ്ങൾക്ക് നാളെ ജനങ്ങളോട് ഇത് പറയണം. ഇപ്പൊ ആളുകൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുമ്പോ പറയും സർക്കാരിന്റെ അടുത്ത് പൈസ അല്ല, സർക്കാർ ഇവർക്ക് ഗഡുകൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഗഡുകൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് പറയാൻ തയ്യാറാവണം. ഇവരങ്ങനെ ഗഡുക്കൾ കിട്ടാതെ ഇവർ എടുക്കില്ല എന്നുള്ളതാണ് തീരുമാനം. അതവർ പറയട്ടെ. എത്രങ്ങാനും റോഡുകളാണ് ആകെ കീറിപ്പൊളിച്ചിട്ട് കണ്ട് ആകെ കൊളായി കിടക്കുക എല്ലാ റോഡുകളും. ഈ പ്രാവശ്യമൊക്കെ പഞ്ചായത്ത് ഫണ്ടുകൾ വെച്ച റോഡുകൾ പോലും ആകെ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുക. റോഡുകൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്നിട്ട് സ്വന്തമായിട്ട് ആളുകൾ പല ഭാഗത്തും സ്വന്തമായിട്ട് കീസിന്ന് നാട്ടുകാർ പിരിവെടുത്തുകൊണ്ട് പോലും പല സ്ഥലങ്ങളിലും റോഡ് ക്ലിയർ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല. ഇതിന് വ്യക്തമായ മറുപടി എന്നിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. മാസം തോറും പഞ്ചായത്തിൽ ചേരാറുള്ള റിവ്യൂ മീറ്റിംഗിനിടെയാണ് ബഹളം. മലപ്പുറത്തു നിന്നുള്ള വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയാണ് സഫാർ റംസി പ്രതിഷേധം അറിയിച്ചത്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി എല്ലാ വാർഡുകളിലും പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മിക്ക റോഡുകളും പൊളിച്ചിട്ടിരിക്കുകയാണ്. മിക്കയിടത്തും റോഡിന് കുറുകെയടക്കം കീറിയിട്ടുണ്ട്. 6 മാസത്തോളമായി ഇത്തരത്തിൽ പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. പോരൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ജലജീവൻ മിഷന്റെ വർക്കിന് വേണ്ടിയിട്ട് ഒട്ടുമിക്ക റോഡുകളും പൊളിച്ച് ഇടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഏകദേശം 6 മാസത്തോളമായിട്ട് ഇത് പൊളിച്ച് എല്ലാ റോഡുകളും യാത്രാ യോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുക. നിരന്തരം എല്ലാ മാസവും ഇവരെ റിവ്യൂ മീറ്റിംഗ് ഞങ്ങൾ വിളിക്കാറുണ്ട്. ഇവർ റിവ്യൂ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഇവരെ ബന്ധപ്പെട്ട ആളുകൾ ആരും വരില്ല. ഇവരാരെങ്കിലുമൊക്കെ 1-2 ആളുകളെ പറഞ്ഞു വിടും. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിന്റെ ഓഫീസിൽ നിന്ന് 1-2 ആളുകൾ വരും. ഇവർ ആ പറയുന്ന സമയത്ത് ആ സംഗതി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകും. വീണ്ടും അടുത്ത മാസം റിവ്യൂ മീറ്റിംഗ് നടക്കും. ഇത് 2-3-4 മാസമായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇന്ന് കൂടുതലായിട്ടൊന്ന് പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഒന്നുമല്ല, ഞങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ കുഴിയിൽ വീണ് ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക റോഡുകളും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. രോഗികളെ കൊണ്ട് പോലും റോഡുകളിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഈ റോഡുകളൊക്കെ ഈ രീതിയിൽ ആണ് എങ്കിൽ ഇത് വളരെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു മാസം ഇവർ മഴ എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അവർ നമ്മോട് പറഞ്ഞത് കഴിഞ്ഞ റിവ്യൂ മീറ്റിംഗിൽ ഏകദേശം എല്ലാ വാർഡുകളിൽ നിന്നും മിനിറ്റ്സ് ആക്കിയ റോഡുകളുണ്ട്. അതായത് എത്രയോ റോഡുകൾ ക്രോസ് ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം എന്നുള്ളത് അത് മിനിറ്റ്സ് എഴുതിയതാണ്. പക്ഷെ അതുപോലും അതിലൊറ്റ റോഡ് പോലും ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല. ഈ ഒരു മാസത്തിനിടയ്ക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ റിവ്യൂ മീറ്റിംഗിന് വന്ന സമയത്ത് പോലും അവർക്ക് ഒരു കാര്യങ്ങളും കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ചെയ്തതായിട്ട് പറയാനില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് എന്താ ചോദിച്ചാൽ ജനങ്ങൾക്ക് പറയാനുള്ളത് നമ്മളോടാണല്ലോ. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഈ ആളുകളെല്ലാവരും പുറത്തിറങ്ങി നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ആളുകളും വളരെ നിരാശയിലാണ് ഈ റോഡുകളുടെ കാര്യത്തിൽ. ഇവരോട് പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് സർക്കാർ ഇവർക്ക് പൈസ കൊടുത്തിട്ടില്ല. എത്രയോ ഗഡു ഇവർക്ക് പൈസ സർക്കാർ കൊടുക്കാനാണ്. അത്
പെൻഡിങ്ങിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയാത്തതെന്നൊക്കെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഇവരുടെ ഭാഗത്തുനിന്നും നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ജനങ്ങളോട് ഞങ്ങൾക്ക് ഇത് എന്ത് പറയാൻ കഴിയും? ജനങ്ങൾ എല്ലാവരും ഇത് നമ്മളോട് പറയുന്ന സമയത്ത് ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണം എന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളിപ്പോൾ അവരോട് സംസാരിച്ചു. അപ്പോൾ അത് കുറച്ച് കൂടുതലായി പോയോ എന്ന് സംശയമുണ്ട്. പക്ഷേ എന്നാലും അവരോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് നമുക്ക് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഇതിന്റെ എടുത്ത കമ്പനിന്റെ ആളുകളെ മാനേജറെ അടക്കം ഉൾപ്പെടുത്തിയിട്ട് അടിയന്തരമായിട്ട് അടുത്ത ആഴ്ച തന്നെ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ട് അവരെ ഒരു തീരുമാനം എടുത്തു തരാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ തൽക്കാലം പ്രശ്നങ്ങളായിട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല. അല്ല എങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ തടയുന്നതടക്കല്ലേ തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് 17 മെമ്പർമാരാണ് ഈ പഞ്ചായത്തിലെ 17 മെമ്പർമാരും ഇതേ അഭിപ്രായമാണ്. പ്രസിഡന്റ് ഉൾപ്പെടെ 17 മെമ്പർമാർക്കും ഇതേ അഭിപ്രായമാണ് ഈ കാര്യത്തിലുള്ളത്. ആരും ഇതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമല്ല. എല്ലാവരും ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മെമ്പർമാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പ്രവൃത്തികൾ വൈകാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. മാസങ്ങളായി റിവ്യൂ മീറ്റിംഗിൽ പരാതി പറഞ്ഞിട്ടും പരിഹാരമാകാത്തതോടെയാണ് ഇത്തവണ സഫാ റംസി പൊട്ടിത്തെറിച്ചത്. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ പഞ്ചായത്തിൽ ഉടൻ തന്നെ വാട്ടർ അതോറിറ്റിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അടക്കം പങ്കെടുപ്പിച്ച് വിപുലമായ യോഗം വിളിച്ചു ചേർക്കുമെന്ന് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പോരൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.